ഹലോ വെൽക്കം ബാക്ക്. ഞങ്ങൾ ഈദ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. എടപ്പാളാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടോ. പിന്നെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ഉള്ള കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നോമ്പ് തുറയുടെ ടൈമായപ്പോൾ ഞങ്ങൾ കാറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈത്തപ്പഴം വെള്ളമൊക്കെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ ഇപ്പോൾ കുറ്റിപ്പുറം റോഡിനാണ് ഒരു ചാർക്കോൾ ബേ എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. അനിയത്തിയും ഹസ്ബൻഡൊക്കെ പറഞ്ഞു ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിത് അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു ഹാഫ്. പിന്നെ കുബൂസ്, 2 തരം കുബൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ടിക്ക ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മയോണീസ്, പിന്നെ ഒരു സവാളയുടെ ഒരു കച്ചമ്പറൊക്കെ പോലത്തെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചമ്മന്തിയൊക്കെ പോലത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കാം കേട്ടോ. ഇത് കൂടാതെ ഞങ്ങൾ 2 റൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ പകുതിക്ക് നിർത്തി വെച്ച ഷോപ്പിംഗ് ഇവിടുന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എടപ്പാൾ സെൻറ്ററിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക, ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഉണർവൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ക്ലാസ്മേറ്റ് ഷോപ്പിലേക്കാണ് വന്നത് കേട്ടോ. അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അനിയത്തി അവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്.
പിന്നെ ഞങ്ങൾ ബീഗം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ ഒരുപാട് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, നല്ല തിരക്കുമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങളവിടെ വേഗം ഇറങ്ങി കേട്ടോ. ഞങ്ങളിതിനിടയിൽ ദുവ ബേബിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എടപ്പാളുള്ള കിഡ്സിൻ്റെ ഒരു ഷോപ്പിൽ പോയിരുന്നു കേട്ടോ. അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ദുവ ബേബിക്ക് ഡ്രസ്സ് എടുത്തത്. പിന്നെ എടപ്പാൾ സ്പേസ് ഷോപ്പിൽ ഇവിടെ നല്ല വലിയ ആൾക്കാർക്കുള്ള നല്ല പാർട്ടി വെയറിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്ത ആൾക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത്. ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ടൈം ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 9:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അനിയത്തിനെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദുവ ബേബിക്ക് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ. ഒരു 3 ഉടുപ്പ് ഞങ്ങളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആഡിസ് ജൂനിയർ അങ്ങനെ തൊട്ടാണ് കടയുടെ പേര് കേട്ടോ. അപ്പോൾ അവിടുന്ന് 3 ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു ഉടുപ്പ് അനിയത്തി ബേബിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അത് അവൾ വരുമ്പോൾ കൊടുന്നതാണ്. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ പാൻറ്, അതേപോലെ തന്നെ ഷർട്ട്. ഹസ്സിൻ്റെയും മോളുടെയും ഡ്രസ്സ് ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. ദിയമോള് ഡ്രസ്സ് കേട്ടോ. പിന്നെ ഒരു ജീൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ. വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള 2 ടീഷർട്ട് കൊടുത്തിട്ടുണ്ട്. അത് അനിയത്തി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്പൈസിൽ തന്നെ ഒരു ലൂസ് ജീൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം ഡ്രസ്സിക്കൊക്കെ ഇടാൻ പറ്റുമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഈ ഒരു ടോപ്പ് അനിയത്തി കൊടുത്തതാണ് കേട്ടോ അവൾക്ക്. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈദ് ഷോപ്പിങ്ങും അതേപോലെ തന്നെ പുറത്തുനിന്നാണ് ഞങ്ങളുടെ നോമ്പുതുറൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ അത്.